പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്കൃത അധ്യാപകൻ അലിനെതിരെ 10 കുട്ടികൾ കൂടി മൊഴി കൊടുത്തു. അധ്യാപകൻ പലപ്പോഴായി പീഡിപ്പിച്ചെന്നാണ് കുട്ടികളുടെ മൊഴി. കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തോടാണ് കുട്ടികളുടെ തുറന്നു പറച്ചിൽ. പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാൻ നിർദ്ദേശം നൽകിയെന്നും CWC ചെയർമാൻ M. സേതുമാധവൻ 24-നോട് പറഞ്ഞു. ആദ്യം നമുക്ക് ഭീഷണിയായിട്ടോ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൗൺസിൽ റിപ്പോർട്ട് അടക്കം നമ്മൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറും. കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ കൗൺസിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പോലീസിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലും അവർ FIR ഉടനെ ഫയൽ ചെയ്യും. അപ്പൊ ഇതിൽ തന്നെ 2 കുട്ടികൾ SC/ST അട്രോസിറ്റീസ് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് DYSPക്ക് മലമ്പുഴ സ്റ്റേഷനിൽ നിന്ന് അത് കൈമാറിയിട്ടുണ്ട്. ഇദ്ദേഹം പഠിപ്പിച്ച ക്ലാസ്സുകളിൽ അത് സംസ്കൃതം ക്ലാസ്സിലും അതേപോലെ തന്നെ മലയാളം ക്ലാസ്സിലും ഒക്കെ ചെന്ന് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ആ കുട്ടികളെ സമാധാനിപ്പിച്ച്, കാരണം പല കുട്ടികളും ഒരു പക്ഷേ നമുക്കിത് തുറന്നു പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാലോ. അപ്പൊ അവർക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കടമയാണല്ലോ. കാരണം ഒരു തരത്തിലും ഒരു പഴുതുമില്ലാതെ ഏതൊക്കെ കുട്ടികൾക്കാണോ ആശ്വാസം വേണ്ടത് അത് ആ രീതിയിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും CWC പാലക്കാട് സ്വീകരിച്ചിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു. ഷംന, പറയൂ വിവരങ്ങൾ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത്. ആദ്യം ഈ ഡിസംബർ 18-ാം തീയതി ഈ സഹപാഠിയോട് കുട്ടി തുറന്നു പറയുന്നതിലൂടെ, അതായത് 11 വയസ്സുള്ള ഒരു കുട്ടി തന്റെ സഹപാഠിയോട് തുറന്നു പറയുന്നതിലൂടെ വിവരം വരുന്നു. പക്ഷേ സ്കൂൾ അത് കൃത്യമായി തന്നെ മറച്ചുവെച്ച് അധ്യാപകനെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പിന്നീട് സംഭവം അന്വേഷിക്കുന്നു. ഓരോ വിവരങ്ങളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം പരാതി നൽകിയത് ഈ 11 വയസ്സുകാരനാണെങ്കിൽ പിന്നീട് CWC നടത്തിയ ഈ കൗൺസിലിംഗിനിടെ 5 കുട്ടികൾ ആദ്യം തുറന്നു പറയുന്നു. അതിൽ കൂടി FIR രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഈ സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ കേസുകളും വകുപ്പുകളും ഒക്കെ ചുമത്തുന്നു. പക്ഷേ ഈ കൗൺസിലിംഗ് ഇപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് പുതുതായി 10 കുട്ടികൾ കൂടി ഇപ്പോൾ CWCക്ക് മൊഴി നൽകിയിരിക്കുന്നത്. കൗൺസിലിംഗ് നടത്തുന്ന വനിതാ പ്രവർത്തകർക്ക് അവരോടാണ് ഈ കുട്ടികൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ അധ്യാപകൻ ക്ലാസ്സിൽ വെച്ചും മറ്റൊന്ന് ഈ അധ്യാപകന്റെ താമസ സ്ഥലത്ത് വെച്ചും കുട്ടികളെ പീഡിപ്പിച്ചു, ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതാണ് തുറന്നു പറച്ചിൽ. ഇതിൽ തന്നെ 2 SC/ST വകുപ്പുകളിൽപ്പെട്ട കുട്ടികളുണ്ട്. മറ്റൊന്ന്, ഈ അധ്യാപകൻ 6 വർഷം മുൻപാണ് സ്കൂളിലെത്തുന്നത്. അതിനു മുമ്പുള്ള ഇയാളുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിക്കും. ഈ 6 വർഷത്തിനിടക്ക് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നത് കാര്യം ഇനി പരിശോധിക്കും. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും CWCയുടെ ഈ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അത് ഇനിയും വരും ദിവസങ്ങളിലും തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.